വെറും ഭൗതികല്ല, വെറും ആത്മീയത മാത്രമല്ല. ആത്മീയതൊക്കെ ഭൗതികതൊക്കെ ആവശ്യമാവുന്ന എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനത്തെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിനെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സംരക്ഷിക്കണോ സംരക്ഷിക്കണ്ടേ നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ വിശുദ്ധമായ ആദർശത്തിന്, അതായത് വിശുദ്ധമാവുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അപ്പോ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇലാഹിയായ ഒരു നിശ്ചയമാണ്. അത് മനുഷ്യരെ അവർക്ക് എല്ലാ നിലക്കും ഉത്തമമാവുന്ന റൂട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഒരു നിശ്ചയം. വള്ളവിൻ ഇലാഹിയും സാഹിഖുല്ലി ഇലാമാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികവും പാരത്രികവുമായ എല്ലാ നിലക്കുള്ള ഗുണങ്ങളിലേക്കും, അപ്പോൾ ഭൗതികമാവുന്ന ഗുണങ്ങളിലേക്കും പാരത്രികമാവുന്ന ഗുണങ്ങളിലേക്കൊക്കെ മനുഷ്യനെ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒന്നാണ് ദീൻ എന്ന് പറഞ്ഞത്. അന്നിൽക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ ഇലാഹിയായ നിശ്ചയങ്ങളാണ് ദീൻ. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ദീനെ ഞാനിവിടെ അവതരിപ്പിച്ചു. അത് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയാണ്. ആ തുടർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം മറ്റുള്ള അമ്പിയാക്കന്മാരെ ശരീഅത്ത് പോലത്തെ ശരീഅത്തല്ല റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടത്. വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്, പൂർണ്ണമായ ഒരു ശരീഅത്ത്. മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ശരീഅത്തുകളൊക്കെ അത് ആ കാലഘട്ടത്തിന് മാത്രം പ്രയോജനമാവുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ശേഷം ചുരുക്കം കാലഘട്ടത്തിലേക്ക് മാത്രം ഉപകരിക്കണ, അതിനുശേഷം ദുർബലമാക്കപ്പെടേണ്ട ശരീഅത്തുകളായിരുന്നു മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ശരീഅത്തിനെ പറ്റി പറയുന്നത് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. 3 സംഗതികളാണ് അതിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ ശരീഅത്ത് അത് പൂർണ്ണമായ ശരീഅത്താണ്. മറ്റൊന്ന് അത് സാദിഖത്താവുന്ന ശരീഅത്താണ്. മറ്റൊന്ന് നീതിപൂർവ്വമുള്ള ശരീഅത്താണ്. അങ്ങനത്തെ ആ ശരീഅത്ത് അത് പൂർണ്ണമായ ശരീഅത്തായ പൂർണ്ണമായ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ ശരീഅത്ത്. അത് എല്ലാ കാലഘട്ടത്തിലും അത് കാലികമാണ്. അതിനെ പരിവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഭേദഗതികൾക്കോ വിധേയമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തമ്മത്ത് കലിമത്ത് റബ്ബിക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഈ ശരീഅത്ത് അത് പൂർണ്ണമായ ശരീഅത്താണ് എന്ന വാക്കിൻ്റെ അർത്ഥം അതിനെ ഒരു പരിവർത്തനത്തിനും ഒരു ഭേദഗതിക്കും വിധേയമാക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹുവിൻ്റെ ഇലാഹിയായ നിശ്ചയങ്ങളാണ്. ആ ഇലാഹിയായ നിശ്ചയങ്ങളിൽ മനുഷ്യർക്ക് കൈകടത്താൻ സാധ്യമല്ല. മനുഷ്യൻ കൈകടത്തിയാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് തമ്മത്ത് കലിമത്തു റബ്ബിക പൂർണ്ണമായ ശരീഅത്താണ് നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അത് സത്യസന്ധമായ ശരീഅത്താണ്. വളരെ വിശുദ്ധരാവുന്ന ആളുകളാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു ഈ സന്ദേശം റസൂലിലേക്ക് എത്തിക്കാൻ വേണ്ടി. റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രകീർത്തിച്ചു പറഞ്ഞു, വിശ്വസ്തനാണ്. വളരെ അധികം കാരണം വിശ്വസ്തരാവുന്ന ആളുകളെ ഈ സന്ദേശം കൈമാറ്റം ചെയ്യാൻ ഏൽപ്പിക്കാൻ പാടുള്ളൂ. വിശ്വസ്തരല്ലാത്തവരെ കൈവശം ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരതിൽ പലതും കടത്തിക്കൂട്ടും.
അതാണ് ജൂതന്മാർ പലതും ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ തഫാസീറുകളിൽ പോലും അവർ പലതും കണക്കി. ഈ കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞ ഈ പ്രവണത അത് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ആ കട്ടിന്റെ ചുവട് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുന്ന് വലിയ കെട്ടുകളാണ് കിട്ടിയത്. ഈ എഴുത്തിന്റെ കെട്ടുകൾ മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ള ശിഷ്യന്മാർ അതിനെ പരിശോധിച്ചു നോക്കുമ്പോൾ മുഴുവൻ വിശുദ്ധമാവുന്ന ശരീഅത്തിനെതിരായ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വിശ്വാസത്തിനെതിരായ, അവരെ അഖീദക്കെതിരായ, അവരെ പിന്നെ ഫിഖിയാവുന്നതായ അവരുടെ വീക്ഷണത്തിനെതിരായ പലതും രേഖപ്പെടുത്തപ്പെട്ടു. മൂപ്പരെ കട്ടിട്ട് വിട്ട് കൊണ്ടിരിക്കുക. നാം ബഹുമാനപ്പെട്ടവരുടെ മരണശേഷം അത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ളതായ അഭിപ്രായങ്ങളാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പൊ മഹാന്മാരാവുന്ന അവരുടെ ശിഷ്യന്മാരെ ഇതിനെ പരിശോധിച്ചു. അതാണ് ഒരാൾക്ക് ഒരു നിലക്കുള്ള ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു നിലക്കുള്ളതായ ഇതിനെ കരിവാരിത്തേക്കുന്ന പ്രവർത്തനങ്ങളോ ചെയ്യാൻ പറ്റൂല എന്നല്ല പറഞ്ഞിട്ട് അർത്ഥം. അതാർക്കും ചെയ്യാം, പക്ഷെ ചെയ്താൽ അത് വിലപ്പോവില്ല. അള്ളാഹു ഈ തത്വസംഹിതകളെ, ഈ ശരീഅത്തിനെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കഴിഞ്ഞു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്. അങ്ങനെയല്ലേ? ആ സഹാബത്ത് അത് മുഴുവനും അവർ ഒപ്പിയെടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് തന്നെ അസ്ഹാബി കന്നു ബി അയ്യിഹിം യഖ്തദൈതു ബിഹി. അങ്ങനെ മഹാന്മാരാവുന്ന സഹാബത്തിന് ശേഷം അവരുടെ ശിഷ്യന്മാരൊക്കെ ഒരു പുള്ളിക്കും യാതൊരു തകരാറില്ലാത്ത നിലക്ക് ഇതിൽ ഒപ്പിയെടുത്തു. അങ്ങനെ കൈമാറ്റപ്പെട്ട ഈ ആശയങ്ങളാണ് വിശുദ്ധമാവുന്ന സുന്നികളാവുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശുദ്ധമാവുന്ന അഖീദയും ഈ വിശുദ്ധമാവുന്നതായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട അതിൻ്റെതായ മറ്റുള്ളതായ അഹ്കാമുകളും നമ്മുടെ ആചാരങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത്, വിശുദ്ധമായ പരമ്പരയിൽ കൂടി മാത്രം. അത് വിശുദ്ധ പരമ്പര എന്ന് പറയാൻ കാരണം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ഇമാം ബുഖാരി തങ്ങൾക്കുള്ള പരമ്പര ഉണ്ടല്ലോ, ആ പരമ്പര പരിശോധിച്ച് നോക്കും. ഇങ്ങനെ ഈ പരമ്പരയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരാളല്ല, 10 ആളല്ല, അങ്ങനെ എണ്ണാൻ പറ്റാത്ത നിലക്കുള്ള അധികം അങ്കുലി പരിമിതമല്ലാത്ത ആളുകൾ അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു. അവരുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമാവുന്ന ഓരോ സംഗതികളും പരിശോധിച്ചു. എന്തെങ്കിലും ചില ഒരു നുക്സാനിയത്ത്, ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഇയാളിൽ ഇന്നൊരു പോരായ്മയുണ്ട്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവെന്നോ അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ളതായ ഒരു മോശമാവുന്ന റിപ്പോർട്ട് അവർ രേഖപ്പെടും. അപ്പൊ ഇമാം ബുഖാരി തങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ഈ മഹാന്മാരാവുന്നതായ അസാധ്യത്തിന്റെ പരമ്പര നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അവരെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അവരെ വാപ്പന്മാരുടെ ആ പരമ്പര രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവർ മരിക്കുന്ന വരെയുള്ളതായ സർവ്വസംഗതികളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു കറാഹത്ത് എന്നല്ല, ഖിലാഫുൽ ഔല പോലും ചെയ്യാത്ത, ഒരു നിലക്കും തെറ്റിദ്ധരിക്കപ്പെടേണ്ട യാതൊന്നുമില്ലാത്ത അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഈ ദീൻ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ. ഇത് ഇവിടെ ഞാൻ അവതരിപ്പിച്ചു ഈ വിശുദ്ധമാവുന്ന ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ. പക്ഷേ അതിനെ തകരാറ് വരുത്താൻ, അതിനെ കരിവാരിത്തേക്കാൻ, അതിൽ ഭേദഗതി ചെയ്യാൻ, അതിൽ വിമർശിക്കപ്പെടുന്ന പലതും അതിൽ കടത്തിക്കൂട്ടാനൊക്കെ പലരും ശ്രമിക്കും. അത് വിശുദ്ധ ഖുർആന്റെ തഫാസിറുകളിൽ പലതും കടത്തിക്കൂട്ടാൻ ശ്രമിച്ചു സിയോണിസ്റ്റുകളും ജൂതന്മാരും. പക്ഷെ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്.
ഇവിടെ വിശുദ്ധന്മാരാവുന്ന ഉഖ്റവിയാവുന്ന പണ്ഡിതന്മാർ ഈ ദീനിനെ സംരക്ഷിക്കാൻ ഏത് കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന അതാണ് ഇന്നാലഹു ലഹാഫിദൂൻ. ഇതിനെ നമ്മൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ, ആ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത്. അതുകൊണ്ടാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംവിധാനത്തിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. കേരളത്തിലുള്ളതായ ഒട്ടുമുക്കാ ഭാഗം മുസ്ലിമീങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഈ ആശയത്തിൻ്റെ പിന്നിലാണ്. കാരണം പിന്നീടുണ്ടായി തീർന്നതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും. അപ്പോൾ ലോക മുസ്ലിങ്ങൾ വിശുദ്ധമായ ആ പരമ്പരയിൽ കൂടി അവർ വിശ്വസിച്ചു പോരുന്നിരുന്ന, അവർ അമൽ ചെയ്തിരുന്ന, അവർ ആചാരമായി കണക്കാക്കിയിരുന്ന സംഗതികൾക്കൊക്കെ മാറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ പുറപ്പെട്ടത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, സഹാബത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അന്ന് ഇത് ചില നിലക്ക് തുടങ്ങി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു അങ്ങനത്തെ ഇവർക്കൊക്കെ അടിസ്ഥാനം പാകിയതായ ആളുകളുണ്ട്. അവരോട് അലി റളിയല്ലാഹു തആല അൻഹു മുനാവറ നടത്തി, വാദപ്രതിവാദം ചെയ്തു. അലി റളിയല്ലാഹു തആല അൻഹു അവർക്കെതിരിൽ ഗ്രന്ഥങ്ങൾ എഴുതി. മഹാനാവുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അവർക്കെതിരിൽ എന്തായി ഗ്രന്ഥങ്ങൾ എഴുതി. അങ്ങനെ പലരും സഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും പലരും അന്ന് തന്നെ ഇതിനെ മുളയിൽ നുള്ളാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ആശയത്തിൽ നിന്നിട്ട് അതിനടിസ്ഥാനമാക്കി കൊണ്ടിട്ട് അതിലാവേശം കൊണ്ട ചിലർ പിന്നീട് പിൻകാലത്ത് വന്നു. അങ്ങനെ അവരെന്തായി, അവർക്ക് അവരെ ആശയങ്ങൾക്ക് ഒത്തുകൊണ്ട് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ഒക്കെ അവർ അതിനെ വ്യാഖ്യാനിക്കാനും പരിഭാഷപ്പെടുത്താനും ഒക്കെ തുടങ്ങി. അതാണ് ഇവിടെ ഉണ്ടായിത്തീർന്നുള്ളത്. അപ്പോൾ ആ വിശുദ്ധ ആദർശങ്ങളും ആശയങ്ങളും അഖീദകളൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത് ഒരു പേടി മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാർക്ക് ഉണ്ടായപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെ സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന സംവിധാനം അല്ലാഹു ഉണ്ടാക്കി തീർക്കുന്നതല്ലേ. ആ സംവിധാനമാണ് സമസ്ത കേരള. അതിനു വേണ്ടി അന്ന് ജീവിച്ചിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലത്തെ മഹാന്മാർ അവർ സ്ഥാപിച്ചതാണ് ഈ സംഘടന. അപ്പോൾ ഈ സംഘടന ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ രാജ്യത്തിനൊക്കെ ആവശ്യമാണ്, നമ്മളെ ഇന്ത്യ രാജ്യത്തിനൊക്കെ ആവശ്യമാണ്. കാരണം ഈ സംഘടന ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം, ഈ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുള്ള നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അതിനാവശ്യമാവുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ ആ വിദ്യാഭ്യാസം എങ്ങനെ ആവണം? അല്ലമാദമല്ലസ്വാകുല്ലാന്ന് എല്ലാ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു പഠിപ്പിച്ചു. അത് ആദം നബിൻ്റെ മക്കളാവുന്ന അമ്പിയാക്കന്മാർ ഭൗതിക ടെക്നോളജികളല്ല അവർ ഉപയോഗപ്പെടുത്തിയത്. അവർ ഇലാഹിയായ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടിട്ട് അവരെന്തായി അതിന് വികസിപ്പിച്ചു. അതാണ് ആകാശത്ത് കൂടി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ദൂരത്തുള്ള ശബ്ദങ്ങൾ അവർ കേട്ടു. നിമിഷങ്ങളെ കൊണ്ട് എത്തേണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് നിമിഷങ്ങളെ കൊണ്ട് അവർക്ക് എത്താൻ കഴിഞ്ഞു. ലോകത്തുള്ളതായ മറഞ്ഞു കിടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ മനസ്സിലാക്കണമായിരിക്കും, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലതും. പക്ഷേ അതിൻ്റെ ആയുധങ്ങൾ ഭൗതികമായ ആയുധങ്ങളാണ്. അതിൻ്റെ മാധ്യമങ്ങൾ ഭൗതികമായ പുതിയ ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത പലതും. റസൂലുള്ള ബഹിരാകാശ സഞ്ചാരം നടത്തിയിരിക്കും. അത് ഏതെങ്കിലും ഒരു ഭൗതികമാവുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇലാഹിയാവുന്ന കേന്ദ്രത്തിൽ നിന്നാണ് അതിനെ നിരീക്ഷിച്ചത്. ഭൗതികമായ ഒരു വാഹനം അത് അതിന് ഉപയോഗിച്ചിട്ടുണ്ട് റസൂലുള്ള. പക്ഷേ നമ്മളത് വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹിരാകാശ സഞ്ചാരം നടത്തി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവല്ലായിരുന്നു, ആത്മാവും ശരീരവും കൂടിയായിരുന്നു. ആത്മാവാണെന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ മുജാഹിദീങ്ങൾക്ക് കഴിയൂല. അല്ല, ശരീരം ഒപ്പുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയൂല അവർക്ക്. കാരണം അവരത് അസംഭവ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലം ആദമൽ അസ്മാ കുല്ലഹ എന്ന എല്ലാ ടെക്നോളജിയും പഠിപ്പിച്ചു.
മനുഷ്യന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഇനി മക്കൾ അതിനെ വികസിപ്പിച്ചെടുത്തു. ആ വികസിപ്പിച്ചെടുക്കലാണ് റസൂൽ ചെയ്തത്. ഇന്ന് ഭൗതികമാവുന്നതായ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തു, ബഹിരാകാശ സഞ്ചാരം അവരും നടത്തുകയും ചെയ്യും. പക്ഷേ അങ്ങനത്തെ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. വിശുദ്ധമാവുന്ന ശരീഅത്തിന് എതിരല്ലാത്തതൊക്കെ. ഏത് വിദ്യാഭ്യാസവുമായി അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തിലേക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംവിധാനം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്വഭാവം, അതിൻ്റെ രീതി അതാണ്. അങ്ങനെ എല്ലാ മേഖലയിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാവുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവനിക്ക് ഭൗതികമായി ആവശ്യമായത് മാത്രമല്ല, അവൻ്റെ പാരത്രിക ജീവിതത്തിനു വേണ്ടി ആവശ്യമായ സംഗതികൾ, നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ശരീഅത്തിലുള്ളത്. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. വെറും ഭൗതികമല്ല, വെറും ആത്മീയത മാത്രമല്ല. ആത്മീയതൊക്കെ ഭൗതികതൊക്കെ ആവശ്യമാവുന്ന എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനത്തെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിനെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സംരക്ഷിക്കണോ സംരക്ഷിക്കണ്ടേ നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ആ സംരക്ഷണമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഐതിഹാസികമാവുന്ന സമ്മേളനത്തിൽ നിങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടിട്ട് അവിടുത്തെ ക്ലാസ്സുകളിലും മറ്റൊരു സമ്മേളനത്തിൽ നടത്തപ്പെടുന്നതായ രീതിയായ ഉലൂമുകളിലൊക്കെ പങ്കെടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് മനസ്സിലാക്കി, വിശുദ്ധ ശരീഅത്തിനെ പറ്റി മനസ്സിലാക്കി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിട്ട് എല്ലാവരും ബോധവാന്മാരാവുകയും ദീനിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുകയും മോശമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നും കൊണ്ടിട്ട് ആത്മീയത വളർത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാനും ഉപകരിക്കുന്നതായ ഒരു സംഭവമാണ് അന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ഇബാദത്താണ്, ഇതൊരു ഇബാദത്താണ്, നമ്മുടെ ഈ പ്രയാണം ഇബാദത്താണ്. ഇതിനു വേണ്ടി നിങ്ങളൊക്കെ ചെയ്ത എല്ലാ ഇബാദത്തുകളും തന്നെ, ഈ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിവിടെ ചെയ്തതായ നിങ്ങൾ നൽകിയതായ ഈ ഊഷ്മളമായ ഈ വരവിൽ അതിന് നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. അല്ലാതെ മറ്റൊന്നും പ്രത്യുപകാരമായി തരാൻ ഞങ്ങൾക്ക് വശമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വീകരണത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അതൊരു സ്വാലിഹായ അമലായി കൊണ്ട് നമുക്കൊക്കെ ഉള്ളതായ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ അള്ളാഹു രേഖപ്പെടുത്തി തരട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യത്തിലൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രാജ്യത്തുള്ള ഈ മതസൗഹാർദ്ദം, സ്നേഹം, ഇതൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഓരോ മതങ്ങളും അവരുടെ മതങ്ങളനുസരിച്ചുള്ള ചിട്ടമനുസരിച്ചുള്ള ജീവിക്കാനുള്ള ഒരു നിയമം, അതിനുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചെയ്യാനും ജീവിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഏർപ്പെടുത്തി തരട്ടെ. അതിന് എതിരാവുന്നതായ എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ രാജ്യത്തിലൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ ഈ പ്രദേശങ്ങളിലും ഈ ജില്ലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. ഇവിടെ നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ ഉമ്മവാപ്പാന്മാർ, നമ്മളെ സുഹൃത്തുക്കൾ, പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അതിന് നൽകിയവർ, എല്ലാവർക്കുള്ള ഖബൂറുകളെയും അള്ളാഹു സ്വർഗപ്പുങ്കാവനാക്കി തരട്ടെ. അവർ നമ്മളൊക്കെ ഒപ്പം സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂടി തരട്ടെ. ഈ സ്വീകരണം അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഞങ്ങളെ ഈ യാത്രയും അള്ളാഹു കബൂൾ ചെയ്യട്ടെ. നമ്മളെ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.